പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിനകത്തെ 15-ാമത്തെ വാക്യം വായിച്ചിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. നമുക്കൊക്കെ വിശ്രമിക്കാൻ അറിയാമോ? ഇല്ല അല്ലേ? എപ്പോഴും കർമ്മനിരതരായിരിക്കും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഓരോന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളൊക്കെ അങ്ങനെയാണോ? അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സക്സസ് കിട്ടുവാൻ, ഒരു ബ്ലെസ്സിങ്ങിലേക്ക് നയിക്കപ്പെടുവാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് മനസ്സ് മടുത്ത് വിജയം കാണാതെ, ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ കാണാതെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഹോളി സ്പിരിറ്റ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു കാര്യമായത്. കർത്താവിൽ കണ്ണും പൂട്ടി ആശ്രയിക്കുക. ആശ്രയിക്കുന്ന നമ്മൾ വിശ്രമിക്കുക. കർത്താവ് ചെയ്യും. ദൈവ സാന്നിധ്യത്തിൽ റെസ്റ്റ് ഉണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വാ. അതെ, കർത്താവ് വിശ്രമം തരുന്ന ദൈവമാ. അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് റെസ്റ്റ് ഉണ്ട്, പീസ് ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഒത്തിരി അധ്വാനിച്ചില്ലേ? പത്രോസ് രാത്രി മുഴുവനും മീൻ പിടിക്കുവാൻ ശ്രമിച്ചു, ടയേർഡായി, തനിക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നത്തേതിൽ യേശുവിനെ തൻ്റെ പടകിൽ അനുവദിച്ചപ്പോൾ അവിടെ തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ആരംഭമായിരുന്നു. ഞാൻ പറയട്ടെ, ഒത്തിരി അധ്വാനിച്ചില്ലേ? ഒത്തിരി മനസ്സ് മടുത്തിരിക്കുകയല്ലേ? ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? ഇനിയും എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ? ഇന്ന് ഹോളി സ്പിരിറ്റിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾ ആശ്രയിക്കുന്ന കർത്താവ് സർവശക്തനാ, സർവജ്ഞാനിയാ. അവിടത്തേക്ക് കഴിയാത്തതൊന്നുമില്ല. അവിടുത്തെ കരം നീട്ടിയാൽ അതിനെ തടുക്കുവാനോ അതിനെ പിന്തിരിപ്പിക്കുവാനോ ആർക്കും കഴിയത്തില്ല. അവിടുന്ന് നിങ്ങൾക്കായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ ദൈവപ്രവൃത്തി കാണുന്നിടം വരെ കർത്താവിൽ ആശ്രയിച്ച് വിശ്രമിക്കുവാൻ ഹൃദയത്തിനും മനസ്സിനും ശരീരത്തിനും ഒരു സ്വസ്ഥത, വിശ്രമം കൊടുക്കുവാൻ ഒന്ന് തീരുമാനിക്കാമോ? ഇന്ന് അവിടെ ഇരുന്നെന്ന് പറഞ്ഞേ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് അവിടുന്ന് എന്നെ എത്തിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആയതുകൊണ്ട് ഇനിയും ഞാൻ ചിന്തിച്ച് ഭാരപ്പെടത്തില്ല. ഇനിയും ഞാൻ ഒത്തിരി ഭാരങ്ങൾ പേറി നിരാശപ്പെടത്തില്ല. പകരം ഞാൻ ആശ്രയിക്കുന്ന ദൈവം ശക്തനാണെന്നും അവിടുന്ന് എനിക്ക് വിടുതൽ നൽകും എന്നും ഉള്ള ഉറപ്പോടെ ഞാൻ വിശ്രമിക്കട്ടെ. ആ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ശാന്തമായി സ്വസ്ഥമായിരിക്കട്ടെ എന്ന് ഒന്ന് പറയുവാൻ സാധിക്കുമോ? എന്നിട്ട് കണ്ണുമടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നിരുന്നേ. അവിടുന്ന് പ്രവർത്തിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒത്തിരി പ്രവർത്തിക്കുവാൻ, പണിയെടുക്കുവാൻ, ചിന്തിക്കുവാൻ, അധ്വാനിക്കുവാൻ, ഒഴിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്രമിക്കുവാൻ പഠിക്കുക. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ സ്വസ്ഥത കൊടുക്കുക. കർത്താവ് നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കും. ഇനിയും നിരാശപ്പെട്ട്, ചിന്തിച്ച് ഭാരപ്പെട്ട്, ഉറക്കം കളഞ്ഞ് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുക. അവിടുത്തെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക. അവിടുന്ന് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കുക. അപ്പാ, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അങ്ങ് ശക്തനാ, അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിക്കും. ഞങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. സുരക്ഷിതമായി ഞങ്ങളെ തുറമുഖത്ത് എത്തിക്കും. ഹല്ലേലൂയ. കണ്ണുമടച്ച് അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ, സ്വസ്ഥതയോടെ ഇരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. എൻ്റെ പ്രിയരെ എല്ലാം അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. അടി, നീ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ചില ഉള്ളങ്ങളിൽ സ്വസ്ഥത വ്യാപരിക്കട്ടെ. സമാധാനത്താൽ ഉള്ളങ്ങൾ നിറയട്ടെ.
ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി. ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം 23 വായിക്കണേ. കർത്താവല്ലേ നമ്മളുടെ നല്ല ഇടയൻ. അവിടുന്ന് നമ്മളുടെ ഇടയനായിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നമുക്ക് സ്വസ്ഥത നൽകിയിരിക്കുക. ബ്ലെസ് യു.